ദശകം 59 വേണുഗാനം. ത്വദ്വപുർനവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുമുഹുരന്വഹം സ്ത്രിയാ. ത്വദ്വപുഃ നവകളായ കോമളം പ്രേമദോഹനം അശേഷമോഹനം ബ്രഹ്മതത്വ പരചിന്മുദാത്മകം വീക്ഷ്യ സമ്മുമുഹു അന്വഹം സ്ത്രിയഃ. ത്വദ്വപുഃ നവകളായ കോമളം. അപ്പോൾ ഭഗവാന്റെ ആ ശരീരത്തെക്കുറിച്ച് പറയാണ്, ഭൗതികമായ മേനിയെക്കുറിച്ച് പറയുകയാണ്. അതെങ്ങനെയാണ്? നവകളായ കോമളം, പുതിയ കായാമ്പൂവിൻ്റെ സൗന്ദര്യത്തോടു കൂടിയതും പ്രേമദോഹനം, കാണുന്നവർക്ക് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം തോന്നുന്നതും അശേഷമോഹനം, എല്ലാവരെയും മോഹിപ്പിക്കുന്നതുമായ ഭഗവാന്റെ ആ വപുസ് ബ്രഹ്മതത്വപരചിന്മുദാത്മകം, സാക്ഷാൽ ബ്രഹ്മതത്വം തന്നെയായിരിക്കുന്ന പരമാനന്ദ രസം നിറഞ്ഞു നിൽക്കുന്നതായ ഭഗവാന്റെ ആ രൂപം വീക്ഷ്യ സമ്മുമുഹു അനുഅഹം, ഓരോ ദിവസം തോറും ഇങ്ങനെ വീക്ഷ്യ കണ്ടിട്ട് സമ്മുമുഹു, അവരൊക്കെ വ്യാമോഹിതരായി, സ്ത്രീയ, ഈ ഗോപസ്ത്രീകൾ. അപ്പോൾ പുതിയ കായാമ്പൂവിൻ്റെ സൗരഭ്യത്തോടു കൂടിയും വളരെ സുന്ദരതരവുമായ ഭഗവാന്റെ ആ സ്വരൂപം, അത് പരമാത്മസ്വരൂപം തന്നെയായി ഇരിക്കുന്നതാണെങ്കിൽ പോലും നിത്യവുമായിട്ട് ഈ രൂപം കാണാനിടയായപ്പോൾ ഈ ഗോപസ്ത്രീകളൊക്കെ എന്തെന്നില്ലാത്ത മോഹത്തിന് അടിമകളായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ ചിലപ്പോൾ അകന്നൊക്കെ ജീവിക്കേണ്ടി വരും. ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിൽ ബന്ധം തോന്നും ഇത്തിരി അകന്നിരിക്കുമ്പോഴാണ്. സത്യം അത്. എപ്പോഴും അടുത്തിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് കലവില കൂടും, അല്ലേ, അടിയിടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും കുറച്ചൊരകൽച്ച, അകന്നിരിക്കേണ്ടതായ അവസരം വരുമ്പോഴാണ് നമുക്ക് പരസ്പരം കൂടുതൽ മനസ്സിലാവുന്നത്. അവരുടെ ആ സാന്നിധ്യം കിട്ടാത്തത് എത്ര വിഷമകരമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഭഗവാനെയും നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ ഗോപസ്ത്രീകൾക്ക് തോന്നി ഇയാളൊന്നുമല്ല, അല്ലേ. ഇപ്പോൾ നമുക്കിവിടെ ഈ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നിത്യവും കാണുന്നത് എത്ര കേമമാണെങ്കിലും എത്ര ശ്രേഷ്ഠമാണെങ്കിലും അങ്ങനെ തന്നെ തോന്നും. അപ്പോൾ ഇതിനേക്കാൾ രസമാണ് ഈ ഭാഗവതം ഏകാദശ സ്കന്ധം 11ാമത്തെ സ്കന്ധത്തിൽ വരുമ്പോൾ അവിടെ നാരദമുനെ കാണുമ്പോൾ വസുദേവർ ചോദിക്കുന്നുണ്ട്, അല്ല നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നാരദമുനി പൊട്ടിച്ചിരിച്ചു പോയെന്ന് പറഞ്ഞു. എന്താണ്? ഈ പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ പുത്രനായി കിട്ടിയ വസുദേവരാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാര്യം പറയാറുണ്ട, അല്ലേ. അപ്പോൾ അതാണ്, ആ ഈശ്വര സ്വരൂപി തന്നെയായിരിക്കുന്ന ഭഗവാനെ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നിട്ട് നമ്മൾ മറ്റെവിടെയോ ആണ് ഈ സന്തോഷം ഇരിക്കുന്നതെന്ന് കരുതിയിട്ട് അതിനെ അന്വേഷിച്ച് നടക്കുന്നു. വാസ്തവത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ ആത്മസുഖം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠവും, അതുതന്നെയാണ് ഈശ്വരൻ. നമുക്കെല്ലാവർക്കും സുഖം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം, അല്ലേ. ഏതവസ്ഥയിലും നമുക്ക് സുഖം ഉണ്ടാകുന്ന ആഗ്രഹം. ദുഃഖമില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു, സുഖം ഉണ്ടാകാൻ വേണ്ടി അധികം പ്രയത്നിക്കുന്നു. പക്ഷേ എന്നാൽ ദുഃഖമില്ലാതാവുന്നുണ്ടോ? തന്നെയുമല്ല എല്ലായ്പ്പോഴും സുഖം തന്നെ കിട്ടുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ, സുഖം ഒട്ടും ഉണ്ടാവില്ല, അല്ലേ. എല്ലാവരും പരിശ്രമിക്കുന്നത് സുഖം ഉണ്ടാകാൻ വേണ്ടി. ഇപ്പോൾ ഗുരുദേവൻ പറയും, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിലും മതമേകമെന്നു ചിന്തിച്ചകമണയാതകതാരമർത്തിടേണം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം ചെയ്യുന്നു, കൃപണത വിട്ടു അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങ് സദാപി ചെയ്തിടുന്നു, എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സുഖം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജഗതിയിൽ ഈ മതം ഏകം, എല്ലാവരുടെയും മതം അല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്, സുഖം ഉണ്ടാവണം. എന്നിട്ട് ഇത് ചിന്തിച്ചിട്ട് അഖം അണയാതെ അകതാരമർത്തും. നമ്മൾ അഖം എന്ന് പറയുന്ന പാപം. അപ്പോൾ ഇങ്ങനെ സുഖം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏത് കർമ്മവും ചെയ്യാമോ? പാടില്ല, അല്ലേ. ഇപ്പോൾ നമുക്ക് സുഖം ഉണ്ടാകാൻ വേണ്ടി ഒരു കർമ്മം ചെയ്യുന്നോ മറ്റൊരാൾക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിലോ അത് ശരിയല്ല. അവിടെയും അത് വേറൊരു വാക്കിൽ പറയുന്നുണ്ട്, നമ്മൾ എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യം ഈശ്വരൻ്റെ തന്നെയാണ്.
അപ്പോൾ നമുക്ക് നല്ലതുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്കും ദുഃഖമുണ്ടാകുന്നെങ്കിൽ അത് ഈശ്വര വിരോധിയാണെന്ന് അറിയണം. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യരുത്. അപ്പോൾ എപ്പോഴും നമ്മുടെ സുഖത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്നില്ല എന്ന് ഉറപ്പാക്കുക കൂടി വേണ്ടത് നമ്മുടെ ധർമ്മമാണെന്ന് പറയും. അപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ഭഗവാനെ തന്നെ കിട്ടിപ്പോയാലും അവിടെയും പ്രശ്നമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ത്വദ്വപുർനവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യസം മുമുഹുരന്വഹം സ്ത്രിയാ മന്മതോന്മഥിതമാനസാക്രമാത് ത്വദ്വിലോകനരതാസ്തതസ്തദാ ഗോപികാസ്തവനസേഹിരേ ഹരേ കാനനോപഗതിമപ്യഹർമുഖേ മന്മഥ ഉന്മഥിത മാനസാഹ ക്രമാത് ത്വദ്വിലോകനരതാഃ തതഃ തതഃ ഗോപികാഃ തവ ന സേഹിരേ ഹരേ കാനന ഉപഗതിം അപി അഹർമുഖേ മന്മഥ ഉന്മഥിത മാനസാഹ ക്രമാത്. അപ്പോൾ ഈ ഗോപസ്ത്രീകൾക്കെല്ലാം ഭഗവാനെ ഇങ്ങനെ നിരന്തരം കണ്ട് ഭഗവാനോട് എന്തെന്നില്ലാത്തൊരു താല്പര്യം ജനിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ത്വത് വിലോകനരതാഹ തതസ്തത, അവർക്ക് എപ്പോഴും ഭഗവാനെ കാണണം എന്നുള്ളൊരു ആഗ്രഹവുമുണ്ടായി എന്നാണ് പറയുന്നത്. ഗോപികാഹ തവ ന സേഹിരേഹരേ കാനനോപഗതി അഭി അഹർമുഖേ. കാനനോപഗതി എന്നും കാട്ടിലേക്ക് പോകും ഭഗവാൻ. രാവിലെ പശുക്കളെയൊക്കെ മേച്ചുകൊണ്ട് ഗോപബാലന്മാരോടുകൂടി കാട്ടിലേക്ക് പോകും. അപ്പോൾ അഹർമുഖേ പ്രഭാതത്തിലിങ്ങനെ പശുവിനെ നയിക്കേണ്ട സാധനങ്ങളൊക്കെ കരുതിക്കൊണ്ട് എല്ലാവരും കൂടെയൊക്കെ പുറപ്പെട്ടു പോകും. തിരിച്ച് വൈകുന്നേരമാണ് വരുന്നത്. അപ്പോൾ ഈ ഗോപസ്ത്രീകൾക്ക് എന്താ പറ്റിയത്? അവർക്ക് എപ്പോഴും ഭഗവാനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ആ പകല് സമയം ഭഗവാൻ മാറി നിൽക്കുന്നത് പോലും സഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ന സേഹിരേ, അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഭഗവാനോട് അവർക്ക് ഉണ്ടായ ആ അടുപ്പം അത് ക്രമേണ വലുതായി വന്നിട്ട് പ്രഭാതത്തിൽ പശുക്കളുമായിട്ട് കാട്ടിലേക്ക് പോകുന്ന ആ പോക്ക് വൈകുന്നേരമേ തിരിച്ചു വരുന്നുള്ളൂ. അത്രയും സമയം ഭഗവാനോടുള്ള വിരഹം ഇവർക്ക് സഹിക്കാൻ കഴിയാത്തതായി തീർന്നു എന്നാണ് പറഞ്ഞത്. മന്മഥോന്മദിത മാനസാക്രമാത് ത്വദ്വിലോകനരതാസ്തതസ്തദാ ഗോപികാസ്തവനസേഹിരേ ഹരേ കാനനോപഗതിമപ്യഹർമുഖേ നിർഗതേ ഭവതി ദത്തദൃഷ്ടയാ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാഃ വേണുനാഥമുപകർണ്യ ദൂരതഃ ത്വദ്വിലാസകതയാഭിരേമിരേ. നിർഗതേ ഭവതി ദത്തദൃഷ്ടയഃ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാഃ വേണുനാഥം ഉപകർണ്യ ദൂരതഃ ത്വദ്വിലാസകഥയാ അഭിരേമിരേ. നിർഗതേ ഭവതി. അപ്പോൾ ഭഗവാനും കൂട്ടുകാരൊക്കെ ഇങ്ങനെ പശുക്കളായിട്ട് ഇറങ്ങുന്ന ആ സമയത്ത് ദത്തദൃഷ്ടയ ഇവരിങ്ങനെ വന്ന് നോക്കി നിൽക്കും ഗോപസ്ത്രീകൾ. കാരണം ഇനി വൈകുന്നേരമല്ലേ കാണുള്ളൂ അല്ലേ? അപ്പോൾ അത്രയും സമയം കാണാതിരിക്കുമ്പോഴുള്ള ആ ഒരു വേദനയോട് കൂടിയാണ്. എന്നാൽ ഇപ്പോൾ തന്നെ കണ്ട് ഇങ്ങനെ ഉള്ളിലാക്കിയേക്കാം മനസ്സിൽ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കി നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? ത്വദ്ഗതേന മനസാ മൃഗേക്ഷണ. ഈ ഭഗവാൻ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഈ ഗോപസ്ത്രീകളുടെ മനസ്സും പോവും എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സ് ഭഗവാനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ കാട്ടിലേക്കാണ് പോകുന്നവരുടെ അടുത്തില്ലെങ്കിൽ പോലും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളാണ് അവർക്ക് സദാസമയവും ഉണ്ടാകുന്നത്. തന്നെയുമല്ല വേണുനാഥമുപകർണ്യ ദൂരത. അപ്പോൾ കാട്ടിൽ ചെന്നിട്ട് ഭഗവാൻ ഇങ്ങനെ വേണുനാഥം പൊഴിക്കും, ഓടക്കുഴൽ വിളിക്കും. അപ്പോൾ എല്ലാ പശുക്കളെയും ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ആ ഓടക്കുഴൽ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് ഈ വേണുനാഥം കേൾക്കുമ്പോൾ ഇവരൊക്കെ ത്വദ്വിലാസകതയാ അഭിരേമിര, ഭഗവാന്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവരതിൽ സന്തോഷിച്ച് നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ആ ഭഗവാനുള്ള അടുപ്പം ഏത് രീതിയിൽ തുടങ്ങുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് നമുക്കിവിടെ കാണാം അല്ലേ? ആദ്യം ഒരു ജാരനെ പോലെയുള്ള കാമുകൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആദ്യം തുടങ്ങുന്നതെങ്കിലും പിന്നീട് അത് സാക്ഷാൽ ഭഗവാനിലേക്കുള്ള ഭക്തി തന്നെയായി തീരുകയാണ്, പരിണമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ ഭഗവാനും കൂട്ടുകാരും രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ ആ ഭഗവാന്റെ പോക്ക് കാണാനായിട്ട് ഇവരെല്ലാവരും വന്ന് കൂടി നിൽക്കുകയും അത് കഴിഞ്ഞിട്ട് ദൂരത്ത് നിന്നിട്ട് വേണുഗാനം കേൾക്കുമ്പോൾ ഭഗവാന്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് അവർ സന്തോഷിക്കുകയും ചെയ്യാറുണ്ട്. നിർഗതേ ഭവതി ദത്തദൃഷ്ടയ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണ വേണുനാഥമുപകർണ്യ ദൂരത ത്വദ്വിലാസകദയാഭിരേമിരേ കാനനാന്തമിതവാൻ ഭവാനഭി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിതപാദമാസ്തിത പ്രത്യപൂരയത വേണുനാളികം. കാനന അന്തം ഇതവാൻ ഭവാൻ അഭി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിത പാദം ആസ്തിത പ്രത്യപൂരയത വേണുനാളികാം. കാനനാന്തം ഇതവാൻ ഭവാനഭി, ഭഗവാനാവട്ടെ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യും? സ്നിഗ്ധപാദപതലേ മനോരമേ, മനോഹരമായ തണൽ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നിന്നിട്ട് വ്യത്യയാകലിത പാദം, കാലുകളിങ്ങനെ പിണച്ചു വെച്ച് നിൽക്കും. ഇപ്പോൾ നമ്മൾ വിഗ്രഹത്തിൽ കാണുന്നത് പോലെ പിണച്ചു വെച്ച് കാല് വെച്ച് നിന്നിട്ട് എന്തു ചെയ്യും? പ്രത്യപൂരയത വേണുനാളികാം, ഈ വേണുഗാനം പൊഴിക്കും. അപ്പോൾ കാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഭഗവാൻ ഇങ്ങനെ മനോഹരമായ തണൽമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നിന്നിട്ട് കാലുകൾ പിണച്ചു വെച്ചുകൊണ്ട് മനോഹരമായിട്ട് വേണുഗാനം പൊഴിക്കും. കാനനാന്തമിതവാൻ ഭവാനഭി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിത പാദമാസ്തിത പ്രത്യപൂരയത വേണുനാളികാം. മാരബാണധുതഖേജരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃശദാമഭി പ്രഭോ താവകം വ്യജനി വേണുകൂജിതം. മാരബാണധുതഖേജരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ച ദൃശദാം അഭി പ്രഭോ താവകം വ്യജനി വേണുകൂജിതം. മാരബാണധുത ഖേജരീകുലം. അപ്പോൾ ഖേജരി എന്ന് പറഞ്ഞാൽ ഖ ആകാശം എന്നർത്ഥം. അപ്പോൾ ആകാശസഞ്ചാരികളായിരിക്കും ദേവന്മാർ, ദേവസ്ത്രീകൾ ഒക്കെ. മാരബാണധുത, അവരെല്ലാം കാമമോഹിതകളായി തീർന്നു, ദേവസ്ത്രീകളെല്ലാവരും. പിന്നെയോ ഈ വേണുഗാനം കേൾക്കുമ്പോൾ നിർവികാര പശുപക്ഷി മണ്ഡലം, പശുക്കളും പക്ഷികളും ഒക്കെ അവരെ എവിടെ നിൽക്കുകയാണെങ്കിലും ഈ വേണുഗാനം കേൾക്കുമ്പോൾ അതിലിങ്ങനെ ലയിച്ച് അനങ്ങാതെ നിന്നുപോകും, സർവവും മറന്ന് നിന്നുപോകും. അത് കഴിഞ്ഞിട്ട് ദ്രാവണം ച ദൃശദാം അഭി, കല്ലിനെ പോലും അലിയിക്കുന്നതാണ് ഭഗവാന്റെ വേണുഗാനം എന്നാണ്. അത് ഇത്തിരി അധികമാണല്ലേ, അല്ലേ? പാട്ട് കേട്ടാലോ ഒന്ന് കല്ല്. എന്തായാലും ഉപമയാണെന്ന് കരുതിയാൽ മതി. താവകം വ്യജനി വേണുകൂജിതം. അപ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് ചെയ്യുന്ന ആ വേണുഗാനം എന്ന് പറയുന്നത് ഇപ്രകാരം ദേവസ്ത്രീകളെയൊക്കെ മോഹിപ്പിക്കുന്നതും പശുപക്ഷി മണ്ഡലങ്ങളെയൊക്കെ നിർവികാരരായി നിർത്തുന്നതും കല്ലിലെപ്പോലും അലിയിക്കുന്നതുമായിരുന്നു എന്നാണ്. മാരബാണധുതഖേജരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ച ദൃശദാമഭി പ്രഭോ വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിതപാദപല്ലവം തസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗന. വേണുരന്ധ്ര തരള അങ്കുലീദളം താളസഞ്ചലിത പാദപല്ലവം തസ്ഥിതം തവ പരോക്ഷം അപി അഹോ സംവിചിന്യ മുമുഹു വ്രജാംഗനാഹ. വേണുരന്ധ്ര തരളാങ്കുലീദളം, തരളമായ മൃദുക്കളായ ഭഗവാന്റെ കൈ അല്ലേ, വിരലുകൾ. ആ വിരലുകൾ എന്താ ചെയ്യുന്നത്? വേണുരന്ധ്ര, ആ വേണുരന്ധ്രത്തിൽ വേണുവിൻ്റെ ഓരോ ദ്വാരങ്ങളും ഉയർന്നു പൊങ്ങിയും താഴ്ന്നും ഒക്കെ നിന്നിട്ടുള്ള ആ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായ വേണുഗാനത്തോടൊപ്പം തന്നെ താളസഞ്ചലിത പാദപല്ലവം,
അപ്പോൾ ആ പാട്ടിൻ്റെ ഈണത്തിനനുസരിച്ച് നൃത്തവും കൂടി ചെയ്യുന്നുണ്ട് അല്ലേ? പാട്ട് പാടുന്നത് മാത്രമല്ല, ഓടക്കുഴൽ വിളിക്കുന്നത് മാത്രമല്ല, നൃത്തവും കൂടി ചെയ്യുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള തസ്ഥിതം തവ പരോക്ഷം അഭി അഹോ. അപ്പോൾ അങ്ങയുടെ ആ നിൽപ്പ് നേരിട്ട് കാണാൻ കഴിയുന്നില്ല ഗോപസ്ത്രീകൾക്ക്. എങ്കിലും സംവിചിന്യ അവരത് ഓർത്തിട്ട്, ഇങ്ങനെ ആയിരിക്കും എന്ന് ഓർത്തിട്ട്, മുമുഹുഹു അവരെല്ലാം മോഹിതരായി തീർന്നു വ്രജാംഗനാഹൈ ഗോപസ്ത്രീകൾ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ കാട്ടിൽ ചെന്ന് നിന്നിട്ട് അവിടെ തണൽ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് കാലുകൾ പിണച്ച് വെച്ചുകൊണ്ട് ആ വേണുവിനെ എടുത്ത് ചുണ്ടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാന്റെ മൃദുക്കളായ കൈവിരലുകളെ ആ വേണുവിൻ്റെ ഓരോ ദ്വാരങ്ങളിലും ഉയർത്തിയും താഴ്ത്തിയും കൊണ്ട് നിൽക്കുന്ന ആ മനോഹരമായ രൂപം, അതോടൊപ്പം നൃത്തവും കൂടി ചെയ്യുന്ന ഭഗവാന്റേതായ രൂപത്തെ മനസാ ധ്യാനിച്ചുകൊണ്ട് അവരെല്ലാം ആ ഭഗവത് ഭക്തിയിൽ ലയിക്കാറുണ്ടായിരുന്നു എന്ന്. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിത പാദപല്ലവം തസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗന നിർവിശങ്കഭവദംഗദർശിനി ഖേജരി ഖഗമൃഗാൻ പശൂനഭി ത്വത്പദപ്രണയി കാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ. നിർവിശങ്കഭവദ് അംഗദർശിനീ ഖേജരീ ഖഗമൃഗാൻ പശൂൻ അപി ത്വത്പദപ്രണയി കാനനം ച താഹ ധന്യധന്യം ഇതി നനു അമാനയൻ. നിർവിശങ്ക ഭവദംഗദർശിനി ഖേജരീ. അപ്പോൾ ഭഗവാന്റെ ഈ രൂപത്തെ ആകാശചാരികളായ ദേവസ്ത്രീകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ യാതൊരു ശങ്കയും കൂടാതെ ഭഗവാന്റെ ആ തിരുവിടൽ നേരിട്ട് ദർശിക്കാനുള്ള ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചത്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ വ്യാസർ വന്ന് ചോദിക്കാൻ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രോട്, അങ്ങേക്ക് യുദ്ധം കാണണോ? അപ്പോൾ ധൃതരാഷ്ട്രം ഓർത്തു, ജന്മനാ ഞാൻ അന്ധനാണ്, ഞാൻ ഇനി എന്ത് കാണാൻ? ചോദിച്ചതാരാ? വ്യാസരാ, ഭഗവാന്റെ തന്നെ അവതാരം. അപ്പോൾ ഈ ഒരു സംശയം കാരണം എനിക്ക് വേണം ഇങ്ങേർക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ സഞ്ജയനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ വ്യാസർ ആ കഴിവ് സഞ്ജയന് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുരുക്ഷേത്ര രാജധാനിയിൽ ഇരുന്നുകൊണ്ട് അവിടെ യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനായിട്ട് സഞ്ജയന് സാധിച്ചു. അപ്പോൾ സഞ്ജയനും അർജുനനെ ഭഗവാനെ കാണുന്നുള്ളൂ, ഭഗവാന്റെ വിശ്വരൂപമൊക്കെ കാണിക്കുമ്പോൾ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം സിദ്ധിച്ചത് അവർക്കാണ്. അപ്പോൾ ഭഗവാന്റെ രൂപവും ആ പരമാത്മ ചൈതന്യവും ഒരുമിച്ച് കാണാനായിട്ടാണ് അവർക്ക് ഭാഗ്യം സിദ്ധിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ദേവസ്ത്രീകൾക്ക് ഭഗവാന്റെ രൂപത്തെ നേരിട്ട് ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതാണ്. അപ്പോൾ അവർ യാതൊരു ശങ്കയും കൂടാതെ ഭഗവാനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിർനിമേഷരായിട്ട് നിൽക്കുന്നു. തന്നെയുമല്ല ഖഗമൃഗാൻ പശൂൻ അഭി, ആ ഭഗവാന്റെ രൂപത്തെ കണ്ട് ആനന്ദം അനുഭവിക്കുന്നതായ പക്ഷികളും മൃഗങ്ങളും ഒക്കെ. പിന്നെ ത്വത്പദ പ്രണയി കാനനം ചത, ഈ വൃന്ദാവനത്തിനും ആ ഭാഗ്യം ലഭിച്ചില്ലേ? ഭഗവാന്റെ തൃക്കാലിൻ്റെ സ്പർശമേൽക്കാനുള്ള ഒരു ഭാഗ്യം വൃന്ദാവനത്തിനുമുണ്ടായി. അതുകൊണ്ട് അവരൊക്കെ ആരാണെന്ന് പറയുന്നത്? ധന്യധന്യം ഇതി നനു അമാനയൻ. എല്ലാവരും ഈ പറഞ്ഞ ആളുകളെയൊക്കെ, ദേവസ്ത്രീകളാവട്ടെ, പക്ഷികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, അല്ലെങ്കിൽ ആ വൃന്ദാവനം തന്നെ ആവട്ടെ, അവരെയൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് സ്മരിക്കുന്നത് എന്ന് പറയും. ഇപ്പോൾ ഭാഗവതത്തിലും ഇതുപോലെ ഉദ്ധവരെ ഭഗവാൻ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് വിടുന്നുണ്ട്, ഒരു ഉദ്ധവ ദൂതുമായിട്ട്. അപ്പോൾ ആ ഉദ്ധവർ വന്നിട്ട് നോക്കുമ്പോൾ അത്രയും നാൾ ഉദ്ധവർ എന്താ കരുതിയിരുന്നത്? ഏറ്റവും വലിയ ഭക്തൻ ഞാനാണ്, ഇദ്ദേഹമാണ് ഭയങ്കര സ്കോളറാണ്, അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഈ ഉദ്ധവർക്ക് കിട്ടിയിരിക്കുന്നത്. ആരുടെ അടുത്ത്? ബൃഹസ്പതി എടുത്ത്, ദേവഗുരുവായ ബൃഹസ്പതി എടുത്തുനിന്ന് വിദ്യ സമ്പാദിച്ചിട്ട് വന്നയാളാണ്. ഇപ്പോൾ നമ്മളിവിടെ പറയില്ലേ, ഡോക്ടർമാർ MRCP FRCS ലണ്ടൻ എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ? അപ്പോൾ അവർ ഡോക്ടർമാരുടെ കയ്യിൽ ഭയങ്കര തല എടുപ്പുള്ളവരാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഉദ്ധവരും അത്രയേറെ ക്വാളിഫൈഡാണ് ആ സമയത്ത്. അന്ന് അതല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള അയാൾക്ക് ഭഗവാന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, ഭഗവാന്റെ ഭക്തി ഏറ്റവും കൂടുതൽ എനിക്കേ ഉള്ളൂ. ഇതുപോലെ നാരദർക്കും അർജുനൊക്കെ തോന്നുന്ന വേറെ അവസരങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ഇദ്ദേഹത്തിന്, കാരണം ഭഗവാൻ ഇന്ന് ധരിച്ച് മാറുന്ന വസ്ത്രമാണ് അടുത്ത ദിവസം ഉദ്ധവരെ ധരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഭഗവാനോട് മനസ്സുകൊണ്ട് താതാത്മ്യം പ്രാപിച്ചയാളാണ് ഉദ്ധവർ.
അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ ഒരു അഹങ്കാരം കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ. അപ്പോൾ ഭഗവാനും കരുതി എന്നാൽ പിന്നെ ഇയാളുടെ ഇതൊന്ന് ശരിയാക്കി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഈ മധുരയിലേക്ക് പോയ ഭഗവാൻ അവിടെ നിന്ന് ഈ ഉദ്ധവരെ ഗോകുലത്തിലേക്ക് വൃന്ദാവനത്തിലേക്ക് വിടുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ചെന്ന് കണ്ടിട്ട് പോകുന്നത്, എല്ലാവരും സമാശ്വസിപ്പിച്ചിട്ട് പോകുന്നു. ഞാൻ വന്നേക്കാം, ഞാനിപ്പോൾ 14 വയസ്സിൽ ഇങ്ങോട്ട് പോകുന്നതല്ലേ, അപ്പോൾ ഞാൻ പെട്ടെന്ന് താമസിയാതെ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞാണ് അയക്കുന്നത്. ഈ ഭഗവാൻ പിന്നെ എപ്പോഴാണ് പോകുന്നത് അറിയാമോ? 14 വയസ്സ് വന്നിട്ട് പിന്നെ പോകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? ഇവരെയൊക്കെ കാണുന്ന 125 വയസ്സിലാണ്. സമന്ത പഞ്ചകം എന്ന് പറയുന്ന തീർത്ഥക്കരയിൽ വെച്ചിട്ടാണ് പിന്നീട് ഈ ഗോപസ്ത്രീകളെ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. അപ്പോൾ ഭഗവാന്റെ കണക്കിനത് ഇപ്പോൾ തന്നെയാണ്, വളരെ അടുത്താണ്. 11 വയസ്സ് 125 വയസ്സ് അല്ലേ? നമുക്ക് മനുഷ്യർക്കല്ലേ അത് കൂടുതലായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിലാസങ്ങളാണ് ഭഗവാന്റേത്. അപ്പോൾ ഈ ഗോപസ്ത്രീകളെ ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ തലത്തിലാണ് ഭാഗവതം കാണുന്നത്. അവിടെ പറയും, വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. അവിടെ പറഞ്ഞത് വന്ദേ നന്ദവ്രജസ്ത്രീണാം. ഉദ്ധവർ ചെന്നിട്ട് ഈ നന്ദഗോപരുടെ വ്രജത്തിലുള്ള ആളുകളുടെ പാദങ്ങൾ നമസ്കരിക്കുകയാണ്. എന്താ കാരണം? യാസാം ഹരികഥോദ്ഗീതം, അവരുടെ നാവിൽ നിന്ന് ഉതിരുന്നതായ ഹരികഥകൾ അത് പുനാദി ഭുവനത്രയം, ഈ 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഉദ്ധവർ അവിടെ വന്നിട്ട് അവരുടെ പാദരേണുക്കളെ ശിരസിൽ ധരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മസ്തുതിയിലും ഭാഗവതം മറ്റൊരു ശ്ലോകം കൊണ്ട് പറയുന്നുണ്ട്, അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. അഹോഭാഗ്യം അവരുടെ ഭാഗ്യം എന്ത് പറയണ്ടു? നന്ദഗോപ വ്രജൗകസാം, നന്ദഗോപരുടെ വ്രജത്തിൽ താമസിക്കുന്നവരുടെ ഭാഗ്യത്തെപ്പറ്റി എന്തു പറയുന്നു? കാരണം എന്താണ്? യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. ഈ ഗോപന്മാർക്ക് കിട്ടിയത് ആരെയാണ് സുഹൃത്തായിട്ട് കിട്ടിയത്? പരമാത്മസ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണനെയാണ്. അവരുടെ ഭാഗ്യം എന്താ പറയേണ്ടത് എന്നാണ് ബ്രഹ്മദേവൻ പോലും ചോദിക്കുന്നത്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ ബ്രഹ്മദേവൻ പറയാണ്, അടുത്ത ജന്മത്തിൽ ഞാനൊരു പുൽക്കൊടിയായിട്ടെങ്കിലും വൃന്ദാവനത്തിൽ ജനിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട. ആ നന്ദഗോപരുടെയും ആ ഗോപസ്ത്രീകളുടെയൊക്കെ ഭക്തിയെക്കുറിച്ച് പ്രകീർത്തിക്കുന്നത് അങ്ങനെയാണ് ഭാഗവതം. നിർവിശങ്കഭവദംഗദർശിനി ഖേജരി ഖഗമൃഗാൻ പശൂനബി ത്വത്പദ പ്രണയ കാനനം ചതാ ധന്യധന്യമിതി നന്വമാനയൻ ആപിബേയമധരാമൃതം കദാ വേണുഭുക്തരസശേഷമേകദാ ദൂരദോ ബദകൃതം ദുരാശയേതി ആകുല മുഹുരിമാ സമാമുഹൻ ആപിബേയം അധരാമൃതം കദാ വേണുഭുക്തരസശേഷം ഏകദാ ദൂരദഃ ബദ കൃതം ദുരാശയ ഇതി ആകുല മുഹുഹു ഇമാഹ സമാമുഹൻ. ആപിബേയം അധരാമൃതം കഥാ വേണുഭുക്തരസശേഷം ഏകദാ. അപ്പോൾ ഈ വേണു, ഈ ഓടക്കുഴൽ ഭഗവാന്റെ ചുണ്ടിനോട് ചേർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഭഗവാന്റെ ചുണ്ടിനോട് ചേർന്നിരിക്കുന്ന ആ ഓടക്കുഴൽ ഭഗവാന്റെ ചുണ്ടിനെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുക? അതാണ് ഈ ഗോപസ്ത്രീകളുടെ ചിന്ത. അപ്പോൾ അവരുടെ ആ ഭഗവാനോടുള്ള താതാത്മ്യത്തിൻ്റെ ലെവലാണ് കാണിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ മനോഹരമായ ചുണ്ടുകൾ ഓടക്കുഴൽ പാനം ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുക? ദൂരദഃ ബദ, അത് വളരെ ദൂരെയാണ്, പെട്ടെന്നൊന്നും കിട്ടില്ല എന്ന് ഇവർ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. കൃതം ദുരാശയ ഇതി, അത് അത്യാഗ്രഹമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നും അവർ മനസ്സാ പറയുന്നുണ്ട്. ഇതി ആകുലാഹ മുഹുഹു ഇമാഹ സമാമുഖൻ. ഇപ്രകാരം ആകുലപ്പെട്ട് ഇവർ വളരെയധികം സങ്കടം അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മനോഹരമായ വേണു ആസ്വദിച്ചതിന് ശേഷം ഭഗവാന്റെ ആ ചുണ്ടുകളെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുക? അങ്ങനെയൊന്നും സാധിക്കില്ലായിരിക്കാം, ഇത് ദുരാശയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സങ്കടപ്പെട്ടു എന്നാണ് പറയുന്നത്.
ആപിബേയമധരാമൃതം കഥാ വേണുഭുക്തരസശേഷമേകദാ ദൂരദോ ബദകൃതം ദുരാശയേതി ആകുല മുഹുരിമാസമാമുഹൻ പ്രത്യഹം ച പുനരിത്തമംഗനാ ചിത്തയോ നിജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം പ്രതി അഹം പ്രത്യഹം ച പുനഃ ഇത്തം അംഗനാഃ ചിത്തയോനിജനിതാത് അനുഗ്രഹാത് ബദ്ധരാഗവിവശാഃ ത്വയി പ്രഭോ നിത്യം ആപുഹു ഇഹ കൃത്യമൂഢതാം പ്രത്യഹം ച പുനഃ ഇത്തം അംഗന ചിത്തയോനിജനിതാത് അനുഗ്രഹാത്. ചിത്തയോനിജനിത എന്ന് പറഞ്ഞാൽ കാമദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു അനുഗ്രഹം കാരണം ഈ ഗോപസ്ത്രീകൾക്ക് എന്ത് പറ്റി? പ്രതിയഹം ദിവസം തോറും പുനഃ വീണ്ടും ഇത്തം ഇപ്രകാരം അംഗനാഹ ഈ ഗോപസ്ത്രീകളൊക്കെ ബദ്ധരാഗവിവശാഹ ത്വയി അങ്ങയിൽ പ്രേമം അനുദിനം വർദ്ധിച്ചു വരുന്നവരായി തീർന്നു ഈ ഗോപസ്ത്രീകൾ. എന്നിട്ടോ നിത്യം ആബുഹു ഇഹ കൃത്യമൂഢതാം ഓരോ ദിവസം ചെല്ലുന്തോറും ഇവരെവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിന്നു പോകും അല്ലേ? ഇങ്ങനെയല്ലേ നമ്മളൊരാളെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളും പരിസരമൊക്കെ മറന്നു പോകും. ഇപ്പോൾ ദുർവാസാവിൻ്റെ ഒരു ശാപത്തിന് കാരണമാകുന്ന ശകുന്തളയുടെ ഒരു കഥയില്ലേ, ദുഷ്യന്തനെ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്നത്. അപ്പോൾ ഈ ദുർവാസാവ് വന്നിട്ട് പരിസരബോധം ഇല്ലാതിരിക്കുന്ന ശകുന്തളയെ കണ്ടിട്ടാണ് ദുർവാസാവ് അവിടെ ശപിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സ് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കേന്ദ്രീകൃതമായി കഴിഞ്ഞാൽ നമ്മൾ പരിസരം മറന്നു പോകും. അപ്പോൾ ഇവിടെ ഈ ഗോപസ്ത്രീകളും ഇപ്രകാരം ആ കാമദേവൻ നൽകിയ അനുഗ്രഹം മൂലം അവർ ഭഗവാനിലേക്ക് അടുത്തു. അപ്പോൾ സാധാരണ ഒരാളോടാണ് ഒരു അടുപ്പം തോന്നുന്നതെങ്കിൽ അത് ഇതേപോലെ ആവില്ല. ഇവിടെ കാമദേവൻ നൽകിയ അനുഗ്രഹം മൂലം ഇവരടുക്കുന്നത് ഭഗവാനോടാണ്. അപ്പോൾ ഭൗതികമായ ഒരു ആഗ്രഹം കൊണ്ടാണ് അടുക്കുന്നതെങ്കിൽ പോലും അവർ സമീപിച്ചത് ഭഗവാനെ ആയതുകൊണ്ട് അത് മോക്ഷകാരണമായി ഭവിക്കുന്നു എന്നുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദണ്ഡകാരണ്യവാസികളായിരുന്ന ത്രേതായുഗത്തിലെ മുനിമാർ സർവസംഘപരിത്യാഗികളായിരുന്നു. അവർ ഈ ദണ്ഡകാരണ്യത്തിൽ തപസ് ചെയ്യുന്നിരുന്ന സമയത്ത് ഭഗവാന്റെ ശ്രീരാമദേവൻ്റെ രൂപം കണ്ട് ആകൃഷ്ടരായിട്ട് ആ രൂപത്തോട് ചേരണം, സാരൂപ്യം ലഭിക്കണം എന്നവരാഗ്രഹിച്ചു. അവർക്ക് കിട്ടിയ അനുഗ്രഹമാണ് അടുത്ത ജന്മത്തിൽ നിങ്ങൾ കൃഷ്ണാവതാരത്തിൽ ഗോപസ്ത്രീകളായി ജനിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനെ ഓരോ ഭക്തൻ്റെയും താല്പര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയെ സത്യമാക്കി കൊടുക്കും. അത് ഭഗവാന്റെ ധർമ്മമാണ്. അപ്പോൾ അവർ ആഗ്രഹിച്ചത് അങ്ങനെയാണ്, ഭഗവാന്റെ അംഗത്തോടുള്ള സംഘമാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അതിന് ഏറ്റവും യുക്തമായ ഒരു ചേർച്ച ഉണ്ടാകുന്നത് ഗോപസ്ത്രീകളായിട്ട് വന്ന് ഭഗവാനോട് ചേരുന്നതാണ്. അപ്പോൾ ഒരിടത്തും ഭഗവാൻ ചെന്ന് അവരോട് അടുപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതല്ല. ഇവരെല്ലാം ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന് വ്രതമെടുത്തവരാണ്. ഇപ്പോൾ കൃഷ്ണ കഥകളിൽ പറയുമ്പോഴാണെങ്കിലും ഭാഗവതത്തിൽ ഈ രുക്മിണി ദേവി പറയുന്ന ശതജന്മ ബിസ്യ 100 ജന്മങ്ങൾ എടുത്ത് അങ്ങയ്ക്ക് വേണ്ടി വ്രതമെടുക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ മിത്രവിന്ദ, കാളിന്തി, ജാമ്പവതി, സത്യ അങ്ങനെ എല്ലാവരും. ഇപ്പോൾ കാളിന്തിയുടെ കഥ പറയുന്നുണ്ട്. കാളിന്തി അർജുനനും ഭഗവാനും കൂടി ഇങ്ങനെ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇങ്ങനെ അർജുനൻ തനിയെ വെള്ളം കുടിക്കാൻ പോയി കാളിന്തിയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കാളിന്തി നദിയിലൊരു സ്ത്രീ ഇരുന്ന് തപസ് ചെയ്യുകയാണ്. അപ്പോൾ ചോദിച്ചു ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സൂര്യപുത്രിയായ കാളിന്തിയാണ്. എനിക്ക് ഇവിടെ ഈ കാളിന്തിയിൽ അച്ഛനൊരു വീട് നിർമ്മിച്ച് തന്നിട്ടുണ്ട്, ഭഗവാനെ കാണുന്നത് വരേക്കും ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞിട്ട്. ഭഗവാനെ കണ്ടപ്പോൾ പോയിക്കൊള്ളണം, അത്രയേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാനിവിടെ എന്ന്. അപ്പോഴാണ് അർജുനൻ ചെന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ ഒരാളോടെ വെയിറ്റ് ചെയ്തിട്ട് ചെല്ലു തോന്നുന്നു. മനസ്സിലായി? അപ്പോൾ അവരുമൊക്കെ ജീവിതത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവരാണ്, ഭഗവാനോട് ചേരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി. അപ്പോൾ ഭൗതികമായ ഒരു അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത്. അവരുടെ ജീവാത്മാവ് പരമാത്മാവിനോട് ഐക്യപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഭക്തർക്ക് അത് നൽകേണ്ടത് ധാർമ്മികത ഭഗവാനുണ്ട് താനും. അതുകൊണ്ടാണ് അവരെയൊക്കെ ഭാര്യമാരായിട്ട് ഇപ്പോൾ 8 പേരുടെ കല്യാണം നടക്കുന്നതും അത് കഴിഞ്ഞിട്ട് 16,100 പേര് കാരാഗ്രഹത്തിൽ വിവസ്ത്രരായിട്ട് നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്നതും അവരെയൊക്കെ അവിടെ നിന്ന് മോചിപ്പിച്ച് അവർക്ക് വസ്ത്രം നൽകി എന്നൊക്കെ പറയുന്നത്
വേണമെങ്കിൽ ഒരു വിവാഹമായിട്ട് പറയാം, കാരണം വസ്ത്രം കൊടുത്താൽ വിവാഹമായി എന്നുള്ള സങ്കല്പത്തിൽ അല്ലേ. എന്നിട്ട് അവർക്കൊക്കെ കൊണ്ടുപോയി ഓരോരോ വീടുകളുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് പറയുന്നുണ്ട്. അതങ്ങനെയാണ് 16,108 എന്ന് പറയുന്നത്. 16,008 എന്ന് നമ്മൾ സാധാരണ അറിയുന്നുള്ളൂ, പക്ഷേ ഭാഗവതത്തിൽ 16,108 എന്ന് തന്നെ പറയുന്നത്. അവിടെ കിടന്നിരുന്നത് 16,100 പേരാണ്. 8 പേരെ ഇതുപോലെ ഈ രുക്മിണി, സത്യവതി, ലക്ഷ്മണ, ജാമ്പവതി, സത്യഭാമ അങ്ങനെ ഓരോരുത്തരെയും വിവാഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും വിവാഹത്തിലും അതിൻ്റേതായ രീതികളുണ്ട്. ഇപ്പോൾ ഒരാളുടെ വിവാഹത്തിന് ചെല്ലുമ്പോൾ അവിടെ 7 കൂറ്റൻ കാളകളെ പിടിച്ച് കെട്ടുന്ന, ഒരേ സമയം പിടിച്ച് കെട്ടുന്ന ആളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ. അപ്പോൾ ഇത് 7 എണ്ണത്തിനെയും ഒരുമിച്ച് ഭഗവാനാണ് പിടിച്ച് കെട്ടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ത്രയംബകം വില്ലൊടിച്ചിട്ട് സീതയ്ക്ക് രാമൻ വരണം എന്ന് പറയുമ്പോൾ അവസാനം എല്ലാ രാജാക്കന്മാരും തോറ്റു കഴിയുമ്പോൾ ഈ ജനകന് പേടിയാവും. ഇങ്ങനെ ഒരു നിബന്ധന വെച്ചത് കഷ്ടമായി പോയില്ല, ഇനി കൊച്ചിന് ആര് കല്യാണം കഴിച്ചിട്ട് പോകും എന്നുള്ളൊരു പേടി വരെയൊക്കെ വന്നിട്ട് ഭാര്യയാണെന്ന് ചെവിതല കേൾപ്പിക്കുമോ അല്ലേ, നിങ്ങൾ കാരണം അതൊക്കെ സംഭവിച്ചെന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു രംഗമൊക്കെ അതിലുണ്ട്. അപ്പോൾ ജനകൻ വളരെ വിഷമിക്കുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ വിശ്വാമിത്രനും ശ്രീരാമൻ ലക്ഷ്മണനും കൂടി കയറി വരുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചാപമൊക്കെ ബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമാകുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരാൾ കൂടി, പരശുരാമൻ കൂടി അവിടെ വന്ന് ഭയങ്കര ഒരു കസരത്തൊക്കെ നടത്തിയിട്ട് പോകുന്ന രംഗം രാമായണത്തിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ ഭക്തി എന്ന് പറയുന്നത് അത് ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അവരേത് രൂപത്തിലായാലും ഭഗവാന്റെ അംഗത്തോട് സംഘമുണ്ടാകണമെന്ന് ആഗ്രഹിക്കണമെന്ന് നമുക്ക് തോന്നിയെന്നാലും അത് ജീവാത്മ പരമാത്മ ഐക്യമായിട്ടാണ് നമ്മൾ സമാധി ഭാഷയിൽ അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കേണ്ടത്. പ്രത്യഹം ച പുനരിത്തമംഗനാ ചിത്തയോ നിജനിദാദനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം അഗസ്താവജ്ജായതേ ഹി സ്വഭാവാത് മോക്ഷോപായോ യത്നദഃ സ്യാദ് ന വാ സ്യാദ് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ രാഗഃ താവത് ജായതേ ഹി സ്വഭാവാത് മോക്ഷോപായഃ യത്നതഃ സ്യാദ് ന വാ സ്യാദ് താസാം തു ഏകം തദ്വയം ലബ്ധം അസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. രാഗഃ താവത് ജായതേ ഹി സ്വഭാവാത്. ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട് ഒരു അടുപ്പം ഉണ്ടാകുക സ്വാഭാവികമായിട്ട് വന്നു ചേരാം, താല്പര്യം ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ മോക്ഷോപായ യത്നത സ്യാദ് ന വാ സ്യാദ്. ഒരു മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു സന്യാസി ഗംഭീരമായിട്ട് തപസ്സൊക്കെ ചെയ്യുന്നു, അയാൾക്ക് ചിലപ്പോൾ മോക്ഷം കിട്ടിയേക്കാം, കിട്ടിയില്ലായിരിക്കാം അല്ലേ, പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗോപസ്ത്രീകൾക്കാവട്ടെ അവർക്ക് താല്പര്യം തോന്നുന്നത് സാക്ഷാൽ ഭഗവാനോടായിരുന്നത് കൊണ്ട് അവർക്ക് രണ്ടും കിട്ടി ഒരുമിച്ച്. ആ പ്രേമവും അതിൻ്റെ രസവും കിട്ടി, മോക്ഷത്തിൻ്റെ രസവും കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാപൂർവമല്ലേ അല്ലേ. അപ്പോൾ രണ്ടും ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ്. അതാണ് ഭാഗ്യം ഭാഗ്യം എന്ന് 2 തവണ ആവർത്തിച്ച് പറഞ്ഞു. അത് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ പോരാ, അതിന് ഇത്തിരി കനം വേണം അല്ലേ. മഹാഭാഗ്യമാണ് കിട്ടിയത് എന്ന് പറയാൻ വേണ്ടി ഒന്നുകൂടി ആവർത്തിച്ച്. അങ്ങനെ ഒരു രീതി സംസ്കൃതത്തിലുണ്ടെന്നാണ് പറയുന്നത്. രാഗസ്താവജ്ജായതേ ഹി സ്വഭാവാത് മോക്ഷോപായോ യത്നദഃ സ്യാദ് ന വാ സ്യാദ് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ.